ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 125. നമ്മളിന്ന് ഒന്നാമത്തെ മണ്ഡലത്തിലെ 67ാമത്തെ സൂക്തമാണ് നോക്കുന്നത്. അതിലും ദേവത അഗ്നി തന്നെയാണ്. അപ്പോൾ അഗ്നി എന്താണെന്നുള്ള നിലയിൽ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുത് പഠിക്കുന്നതാണ്. കര, ദ്രവ, വാത, ഊർജം. പിന്നെ ആകാശമുണ്ട്. ആകാശം ചെറുതിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭൂമി കരം, ജലം ദ്രവം, വായു തന്നെ. അഗ്നി എന്ന് പറയുന്നതാണ് ഊർജം. അപ്പോൾ ഊർജം എന്ന നിലയിലാണ് അഗ്നിയെ എടുക്കേണ്ടത്. അത് പല രൂപത്തിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പരാമർശം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അഗ്നിയുടെ പല രൂപങ്ങളെപ്പറ്റി തന്നെയല്ലാണ് ഇതിലും പറയുന്നത്. അപ്പം നമ്മൾ കുറേ അഗ്നിയെ പറ്റിയുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൽ ഏകദേശം അതെല്ലാം തന്നെയാണ് പറയുന്നുണ്ടാവുക. നമുക്ക് നോക്കാം ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 67-ൽ 1. ഋഷി പരാശരൻ, ദേവത അഗ്നി, ഛന്ദസ് പങ്ക്തി. വനേഷു ജായുർമർത്യേഷു മിത്രോ വൃണീതേ സൃഷ്ടിം രാജേവജൂര്യം ക്ഷേമോ ന സാധു പ്രതുർന ഭദ്രോ ഭുവത് സ്വാധീർ ഹോദാഹവ്യവാട്. സർവ ഗുണസമ്പന്നനായ വീരപുരുഷനെ രാജാവ് ബഹുമാനിക്കുന്നത് പോലെ തന്നെ വനങ്ങളിൽ ഉദ്ഭവിച്ച അഗ്നി യജമാനന്റെ മേൽ കൃപാവർഷം ചൊരിയുന്നു. അഗ്നി ചതുരനു സമാനം, അനുകൂലനും ജ്ഞാനത്തിന് തുല്യം, മംഗളകാരിയുമാണ്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, സൽപുരുഷനും വീര്യനുമായ ഒരാളുടെ പുരുഷന്റെ നേരെ രാജാവ്, നല്ല പുരുഷനും വീര്യനുമായ പുരുഷനെ രാജാവ് ബഹുമാനിക്കുന്ന പോലെ, ഒരു രാജ്യത്തിലെ നല്ലൊരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തെ വീരപുരുഷനാണെങ്കിൽ രാജാവ് ബഹുമാനിക്കും. രാജാവും വീരപുരുഷനും സൽപുരുഷനും അല്ലാണെങ്കിൽ ജനങ്ങളും ബഹുമാനിക്കും. തിരിച്ചും മറിച്ചും എല്ലാം പറയാം. അതുപോലെ വനത്തിൽ നിന്നും ഉത്ഭവിച്ച, അപ്പോൾ അഗ്നി എവിടെ നിന്നാണ്? ഊർജത്തിൻ്റെ തുടക്കം. സാധാരണ നിലയിലുള്ള അഗ്നി ആദ്യകാലത്ത് ഉണ്ടായിരിക്കുന്നത് പ്രാകൃത മനുഷ്യൻ്റെ കാലത്ത് വനങ്ങൾ കൂട്ടി വരസുമ്പോഴായിരിക്കും അഗ്നി ഉണ്ടാവുക. അവൻ കാണുന്ന അഗ്നി കാട്ടുതീയല്ലായിരിക്കും. അപ്പം വനത്തിൽ നിന്നും ഉത്ഭവിച്ച അഗ്നി എന്ന് പറഞ്ഞാൽ വനത്തിൽ ഒരസലിലൂടെയാണ് അഗ്നി ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം മനുഷ്യനുണ്ടാക്കിയ അഗ്നിയും ഒരസിൽ തന്നെയാണ്. എങ്ങനത്തെ അഗ്നി? ജയസ്വഭാവമുള്ള അഗ്നി. നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കാൻ കഴിവുള്ള തരത്തിലുള്ള അഗ്നി. പണ്ട് കാലത്ത് അഗ്നിക്ക് എന്തിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്? ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ മാറ്റാൻ, തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടി. അന്നത്തെ കാലത്തും അങ്ങനെ തന്നെയെല്ലാം. പിന്നെ ചുട്ട് തിന്നാനെല്ലാം തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പം ജയസ്വഭാവമുള്ളതാണ്. എന്താണ് ജയം? നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കുക. തണുപ്പുണ്ടാക്കി ചൂടാക്കി തരും, ഇരുട്ടാണെങ്കിൽ അതിനെ മാറ്റിത്തരും. അപ്പം നമ്മളെ പ്രശ്നങ്ങളെയെല്ലാം മാറ്റുന്ന തരത്തിൽ, അതാണ് ജയസ്വഭാവമുള്ള അഗ്നിയെ. അതെന്ത് ചെയ്യുന്നു? യജമാനൻ്റെ മേൽ കൃപ ചൊരിയുന്നു. മനുഷ്യന് ആ അഗ്നിയെ ആരെല്ലാമാണോ ആശ്രയിക്കുന്ന ആ യജമാനന് അത് കൃപ ചൊരിയും. അങ്ങേർക്ക് തണുപ്പാണെങ്കിൽ ചൂടാക്കി കൊടുക്കും, അങ്ങേർക്ക് ചൂടുവെള്ളം വേണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി കൊടുക്കും. അങ്ങനെ എന്താണ് വേണ്ടത്? ഭക്ഷണം വേണ്ടിക്കുമ്പോൾ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കും. ഊർജം എന്ന നിലയിൽ അങ്ങേര് കർമ്മം ചെയ്യുമ്പോഴെല്ലാം ഊർജം, ശക്തി കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം കൃപ ചൊരിയും അവനെ ആശ്രയിക്കുന്നവന്. അവൻ ചതുരനാണ്. അഗ്നി എന്നത് പറഞ്ഞാൽ പലതരം സാമർഥ്യങ്ങൾ അതിനുണ്ട്. ജ്ഞാനിയുമാണ്. അതിനറിയാതെ പരിപാടികളൊന്നുമില്ല. ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ അത് അഗ്നിയിലൂടെയാണ്.
അഗ്നി തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. എനർജി ആണ് ദ്രവ്യമായി മാറിയത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദ്രവ്യങ്ങളും അഗ്നി തന്നെയാണ് ആറ്റങ്ങളായിട്ടും ദ്രവ്യങ്ങളല്ലായിട്ട് മാറിയത്. അത് മംഗളകാരിയുമാണ്. നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളെല്ലാം കിട്ടണമെങ്കിൽ അഗ്നിയിലൂടെ തന്നെ സാധിപ്പിച്ചെടുക്കണം. ഊർജത്തിൻ്റെ സഹായത്താൽ, അഗ്നിയുടെ സഹായത്താലാണ് നമുക്ക് മംഗളകർമ്മങ്ങളെല്ലാം നടക്കുന്നത്. എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടെങ്കിൽ അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താലേ സാധിക്കുകയുള്ളൂ. നമ്മൾ അധ്വാനിക്കുമ്പോഴും ഊർജം തന്നെയാണ് ആവശ്യം. ഇനി 2 എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 67-2 ഹസ്തേദധാനോ നിമൃണ വിശ്വാന്യമേ ദേവാൻ ധാത് ഗുഹാനിഷീദൻ വിദന്തീമത്ര നരോ ധീയസ ഹൃദായത്തഷ്ടാൻ മന്ത്രാൻ അശംസയൻ. അഗ്നി ഹവിസുകളെ കരങ്ങളിൽ വച്ച് ഗുഹാഹൃദയത്തിൽ ഇരിക്കുന്നു. ഇതിൻ്റെ പരിണാമഫലമായി ദേവകൾ ഭയഭീതരായി തീർന്നു. ഈ ഗുഹാസ്ഥിതനായ അഗ്നിയെ ജ്ഞാനികൾ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച മന്ത്രോച്ചാരണം വഴി തിരിച്ചറിയുന്നു. അഗ്നി ഹവിസ്സുകളെ കരങ്ങളിൽ വെച്ച്, നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ അഗ്നി കയ്യിലെടുത്തിട്ട്, നമുക്ക് എന്ത് കർമ്മം ചെയ്യണ്ടെങ്കിലും നമ്മളൊരു കൊടുക്കുന്ന വസ്തുവിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും വെള്ളവുമാണ് കൊടുക്കുന്നത്. അതത് സ്വീകരിച്ചിട്ട് കൈമേൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചിട്ട് അഗ്നിക്കാണ് കൊടുക്കുന്നത്. പാത്രത്തിൽ അരിയും വെള്ളം ഇട്ടിട്ട് അഗ്നിക്ക് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ അത് സ്വീകരിച്ചിട്ട് ഗുഹാഹൃദയത്തിലിരിക്കുന്നു. ഗുഹാഹൃദയത്തിൽ, അതിൻ്റെ ഹൃദയത്തിൽ ഗുഹയിലാണ് ഇരിക്കുന്നത്. അതായത് അഗ്നി ഗുഹ എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ, ഏറ്റവും ഉള്ളിൽ നിന്നാണ് ഗുഹ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറ്റത്തിൻ്റെ ഘടന തന്നെ ഒരു ഗുഹ മാതിരിയാണ്. നടുവിൽ ഒരു ന്യൂക്ലിയസും അതിൻ്റെ ചുറ്റും ഇലക്ട്രോണും ചുറ്റും ഒരു ഗുഹ മാതിരിയാണുള്ളത്. ആ ഗുഹയിലേക്കാണ് ഈ അഗ്നി ചെല്ലുന്നത്. അപ്പം ആറ്റത്തിൻ്റെ അകത്ത് ചെന്നിട്ട് ആറ്റങ്ങളെ പൊട്ടിച്ച് വേർപെടിച്ചിട്ടെല്ലാമാണ്, ആറ്റങ്ങളെ അല്ലെങ്കിൽ തന്മാത്രകളെ പൊട്ടിച്ചിട്ടാണ് അരിയെ പദം വരുത്തുന്നത്. അപ്പം ഏത് കർമ്മത്തിലും ആറ്റത്തിൻ്റെ അകത്തേക്കാണ് ഗുഹ. ആറ്റത്തെ ഒരു ഗുഹമായിട്ട് പണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ കയറി ചെന്നിട്ട്, അകത്ത് കയറി ചെന്നിട്ടാണ് അത് കർമ്മങ്ങൾ ചെയ്യുക. അതിൻ്റെ പരിണാമ സമയത്ത് ദേവകൾ ഭയം കൊണ്ട് വിറക്കുന്നു. അതിൻ്റെ പരിണാമം. അപ്പം അഗ്നി അതിൻ്റെ അകത്തെത്തുമ്പോൾ അതിലുള്ള ദേവതകൾ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെല്ലാം ദേവതകൾ തന്നെയാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവത തന്നെയാണ്. ഒരു പഴം എടുത്തിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും. അപ്പോൾ അഗ്നി അതിൻ്റെ അകത്തെ ആറ്റങ്ങളിൽ, തന്മാത്രകളിൽ കടക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള തന്മാത്രകളെല്ലാം വിറച്ചുകൊണ്ട് മാറും. അഗ്നി അതിനെല്ലാം വേർപെടുത്തി അതിൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചിട്ടാണ് പദമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ദേവതകൾ ഭയന്ന് വിറക്കുന്നു. ഈ അഗ്നിയെ ജ്ഞാനികൾ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച് സ്തുതിയാൽ തിരിച്ചറിയുന്നു. അപ്പം ജ്ഞാനികളായവർ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച സ്തുതികളാണ്. അവരുടെ ഹൃദയത്തിൽ നിന്നും പുതിയ സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വങ്ങൾ. ജ്ഞാനികളായവർ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ എന്ത് ചെയ്യും? അവർ ഉപയോഗിക്കും. നമ്മളിപ്പം ചോറ് വെക്കാൻ തന്നെ പഠിച്ചത് എന്തുകൊണ്ടാണ്? ഏതെല്ലോ ആൾക്കാർ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച ശാസ്ത്രതത്വത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്നും അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്നും ഉത്ഭവിച്ച ശാസ്ത്രതത്വങ്ങൾ. എന്താണ് ശാസ്ത്രതത്വം? എന്ത് വസ്തു, അധിക വസ്തുവും വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് പദമാകും. ഈ തത്വം മനസ്സിലാക്കിയിട്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്? വേവിക്കുന്നത്. എല്ലാം വേവിക്കും. ഇറച്ചിയായാലും വേവിക്കും, അരിയായാലും വേവിക്കും, വെജിറ്റബിൾസ് എല്ലാം ആണെങ്കിൽ കട്ടിയാണെങ്കിൽ ഒന്ന് വേവിക്കും. ഇതിൻ്റെ എല്ലാം പിന്നെയുള്ള ശാസ്ത്രം എന്താണ്? വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പലതും എന്താവും? എല്ലായിടത്തും ചൂടാക്കിയാലൊന്നും പറ്റില്ല. ഇരുമ്പിനെ എടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കിയാൽ ഒന്നും ആകാൻ പോകുന്നില്ല. അപ്പം പല സാധനങ്ങളും നമുക്ക്
വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും. അപ്പം ഇങ്ങനെയുള്ള ശാസ്ത്രതത്വങ്ങൾ ഹൃദയത്തിൽ നിന്നും അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്നുള്ള ശാസ്ത്രതത്വങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ശാസ്ത്രതത്വങ്ങളിലൂടെ അഗ്നിയുടെ ഗുണങ്ങളെ മനസ്സിലാക്കിയിട്ട് ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? അഗ്നിയെ സമീപിക്കുന്നു. ഇനി മൂന്നാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 67-3. അജോനഷ്മാം ദധാര പൃഥിവീം തസ്തംഭദ്യാം മന്ത്രേപി സത്യൈ പ്രിയാപദാനി പശ്യോനി പാഹി വിശ്വായുരഗ്നേ ഗുഹം ഗാ. സൂര്യൻ ഭൂമിയെ വഹിക്കുന്നത് പോലെ അഗ്നി അന്തരീക്ഷത്തെ ധരിക്കുന്നു. സത്യസങ്കല്പത്താൽ ആകാശത്തെയും ധാരണം ചെയ്തിരിക്കുന്നു. മൃഗങ്ങളുടെ ആവാസസ്ഥാനത്തെ സംരക്ഷിക്കാനും എല്ലാ ജീവികളുടെയും ആയുർരൂപമായി ഗുഹയിൽ പ്രവേശിക്കാനും അഗ്നിയോട് അപേക്ഷിക്കുന്നു. ഭൂമിയെ സൂര്യൻ വഹിക്കുന്നത് പോലെ സൂര്യനാണ് ഭൂമിയെ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അതുപോലെ അഗ്നി അന്തരീക്ഷത്തെയും ആകാശത്തെയും എല്ലാം ധരിച്ചിട്ടുണ്ട്. അഗ്നിയില്ലാത്ത സ്ഥലമില്ല. അന്തരീക്ഷത്തിൽ അഗ്നിയുണ്ട്. ആ അന്തരീക്ഷത്തിൻ്റെ ചൂടാണ് ഭൂമിയിൽ എന്തായി നിൽക്കുന്നത്? ജീവജാലങ്ങൾക്ക് സഹായമായി നിൽക്കുന്നത്. അന്തരീക്ഷം തണുത്തുപോയാൽ ഇപ്പം അന്തരീക്ഷം തണുത്ത ചില സ്ഥലങ്ങളുണ്ട്, അവിടെ ജീവികളെല്ലാം പോയാൽ മരവിച്ചു പോകും. അപ്പം അവനെ അവിടുന്ന് മരവിക്കാതെ നിൽക്കേണ്ടിക്ക് അഗ്നി വേണം. അപ്പം അന്തരീക്ഷത്തിലെ ഊർജമാണ് നമ്മളിവിടെ നല്ല സുഖമായിട്ട് നിൽക്കാൻ സഹായിക്കുന്നത്. കാരണം അന്തരീക്ഷത്തിന് ചൂടുണ്ട്. നേരെ മറിച്ച് അന്റാർട്ടിക്കിലെല്ലാം പോയാൽ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അവിടെ ജീവജാലം. അപ്പോൾ അന്തരീക്ഷത്തെയും ആകാശത്തെയും, ആകാശം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ അപ്പുറത്തും പോയി കഴിഞ്ഞാൽ അവിടെ ചൂട്, അതിൻ്റേതായ ചൂടെല്ലാം അവിടെ ഉണ്ട്. അത് മൃഗങ്ങളുടെ ആവാസസ്ഥാനത്തെ സംരക്ഷിക്കുന്നു. അതായത് എവിടെയെല്ലാം മൃഗങ്ങൾ താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ ചൂടാണ്. അപ്പം മൃഗം ഇല്ലാത്ത സ്ഥലത്ത് അന്തരീക്ഷത്തിൽ ചൂടുണ്ടാവില്ല. അപ്പം അന്തരീക്ഷത്തിൽ ചൂടില്ലാത്ത സ്ഥലത്തൊന്നും മൃഗത്തിന് പോയി മൃഗങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. മൃഗങ്ങൾ താമസിക്കുന്നുണ്ട്, അതിന് വേണ്ട ചൂട് അന്തരീക്ഷത്തിന് ഉണ്ടാകണം. അപ്പം മൃഗങ്ങളുടെ ആവാസം, മൃഗങ്ങൾ എവിടെയെല്ലാം താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ അഗ്നിയാണ്. അതിനാൽ എല്ലാ ജീവികളുടെയും ആയുർരൂപമായി അത് ഗുഹയിൽ വസിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ആയുസ് നിലനിർത്തിക്കൊണ്ട് അത് ഉള്ളിൽ ഗുഹയിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വസിക്കുന്നു. നമ്മളെ ഉള്ളിൽ വസിച്ചിട്ട് ശരീരത്തിന് എപ്പോഴും ഒരു ചൂടുണ്ടാക്കി തരുന്നുണ്ട്. ആ ചൂട് ശരീരത്തിലുള്ള കാലത്തോളം നമുക്ക് ആയുസ്സുണ്ട്. അപ്പം നമ്മൾ ആയുസ് തീരുമാനിക്കുന്നതാണ് ശരീരത്തിൻ്റെ ചൂട്. ഈ ചൂടുണ്ടാക്കുന്നതാണ് അഗ്നി. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, ഗുഹയിൽ അല്ലെങ്കിൽ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നമ്മുടെ ജീവനെ നിലനിർത്തിയിട്ട് അതുവരെ ആയുസ് അത് നൽകുന്നു. ഇനി നാലാമത്തത്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 67-4. യ ഈം ചികേത ഗുഹ പവന്തമായാസസാദ ധാരാമൃതസ്യ വിയേച്ചിദന്ത്യു ഉദ്രാ സബന്ധ ആദിത്യസൂനി പ്രവവാചാസ്മൈ. ആര് ഗുഹാസ്ഥിതമായ അഗ്നിയെ തിരിച്ചറിയുന്നുവോ, ആര് ജ്ഞാനാനുഷ്ഠാനങ്ങളിൽ അഗ്നിയെ പ്രാപ്തമാക്കുന്നുവോ ആ യജമാനന് അഗ്നി വേഗം ധനം നൽകുന്നു. ആര് ഗൃഹസ്ഥായിയായ അഗ്നിയെ മനസ്സിലാക്കി യജ്ഞത്തിലൂടെ പ്രദീപ്തമാക്കുന്നുവോ അവൻ ധനത്തെ നേടുന്നു. ഗൃഹത്തിൽ എന്തുണ്ട്? അഗ്നിയുണ്ട്. അപ്പം നമ്മുടെ വാസസ്ഥലത്ത് ഗൃഹത്തിലെ അല്ലെ വ്യവസായ സ്ഥാപനങ്ങളിൽ ഉള്ള അഗ്നിയെ മനസ്സിലാക്കി അവിടെ എന്ത് അഗ്നിയുണ്ടോ? വീട്ടിലെ അഗ്നിയാണെങ്കിൽ പലതരത്തിലുണ്ട്. വൈദ്യുതി ഉണ്ട്, കത്തിക്കുന്ന ഗ്യാസുണ്ട്. അങ്ങനെയുള്ള അഗ്നിയെ മനസ്സിലാക്കി വീട്ടിലുള്ള അല്ലെങ്കിൽ ഫാക്ടറിയിലാണെങ്കിൽ ഫാക്ടറിയിലുള്ള വലിയ വലിയ യന്ത്രങ്ങളെല്ലാം അഗ്നിയിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ അഗ്നിയെ മനസ്സിലാക്കി
യജ്ഞത്തിലൂടെ പ്രദീപ്തമാക്കുന്നുവോ, നമ്മൾ യജ്ഞം ചെയ്തിട്ട് അതിനെ ഉജ്ജ്വലമാക്കുന്നുവോ, അതിനെ ഉപയോഗിക്കുന്നുവോ, അവൻ ധനത്തെ നേടുന്നു. അപ്പോൾ അവനെന്ത് ചെയ്തും ധനം നേടും. ഇപ്പം ഫാക്ടറിയിലെല്ലാമാണെങ്കിൽ അവിടെ വലിയ മെഷീനെല്ലാം ഉണ്ടാവും, സാധനങ്ങളും എല്ലാം സോമവും എല്ലാം ഉണ്ടാവും. അപ്പം വൈദ്യുതി ഉണ്ടെങ്കിൽ ആ വൈദ്യുതി ഉപയോഗിച്ച് യന്ത്രങ്ങളെല്ലാം പ്രവർത്തിപ്പിച്ചിട്ട് പുതിയ പുതിയ പ്രൊഡക്ഷനെല്ലാം നടത്തിയിട്ട് നല്ലോണം ധനം സമ്പാദിക്കും. വീട്ടിൽ വെച്ചും ചെയ്യാം. വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഗൃഹത്തിലെ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ പാചകങ്ങളെല്ലാം എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് സാധാരണ അഗ്നിയോ ഗ്യാസ് ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പാക്കറ്റിലാക്കിയിട്ട് വേണ്ടി എന്തെല്ലാം വേണ്ടിക്കില്ല അതിനെല്ലാം എന്ത് ചെയ്യുക, കടയിൽ വിൽക്കാം. അപ്പം ധനം നേടാം. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 67-5 വിയോ വീരുത്സുരോധൻ മഹിത്യോത പ്രജാവുത പ്രസൂഷൊന്താം ചിതതത്തിരപ്പരം ദമേ വിശ്വായു സത്മേവ ധീര സമ്മായ ചക്രോ. യാതൊരഗ്നി ഔഷധങ്ങളിൽ തൻ്റെ ഗുണത്തെ സ്ഥാപിച്ചിരിക്കുന്നുവോ, യാതൊരുവൻ ലതകളിൽ വിഭിന്നങ്ങളായ ഫലപുഷ്പാദികൾ പ്രകടമാക്കിയിരിക്കുന്നുവോ, ജ്ഞാനികളായ അവർ ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയുർരൂപമായ അഗ്നിയെ പൂജിച്ച് ശരണം പ്രാപിക്കുന്നു. അഗ്നി ഔഷധങ്ങളിലെ ഗുണമാണ്. ഒരു ഔഷധത്തിലെ ഗുണം എന്ന് പറയുമ്പോൾ നമ്മളെ മരുന്നിൽ അഗ്നിയാണ്. മരുന്നൊരു രാസവസ്തുവാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ രാസവസ്തു ശരീരത്തിൻ്റെ അകത്തുള്ള ഒന്നിക്ക് ശരീരമായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കയറിയിരിക്കുന്ന രോഗാണുക്കളുമായിട്ട് പ്രവർത്തിക്കുന്നു. അതും ഒരു രാസവസ്തുവാണ്. ആ രാസവസ്തുവിൻ്റെ പ്രവർത്തനത്തിലൂടെ ചിലപ്പോൾ ആ രോഗാണുക്കൾ നശിച്ചു പോകാം. ചിലപ്പോൾ പുതിയൊരു വസ്തു ഉണ്ടായിട്ട് അത് നമ്മളെ ശരീരത്തിലൂടെ ആ രോഗത്തെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി ചെയ്യാം. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചുകൊണ്ട് രോഗാണുക്കൾക്കെതിരായിട്ടെല്ലാം പോരാടാം. അപ്പോൾ ഇവിടെയെല്ലാം ചില രാസപ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഊർജം, ചില രാസപ്രവർത്തനങ്ങൾ നടക്കണം, പ്രത്യേക ഊർജത്തിലാണ് നടക്കുക. അപ്പം ആ ഊർജമാണ് ആ രാസവസ്തുവിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ മുട്ട വളരെ ചൂടുള്ള വെള്ളത്തിലിട്ടാൽ അതെന്തായിപ്പോൾ കട്ടയായിപ്പോൾ ആടായിപ്പോൾ. നേരെ മറിച്ച് വിരിയേണ്ട തരത്തിൽ ടെമ്പറേച്ചർ കൊടുത്താൽ ആ ടെമ്പറേച്ചറിൽ അതിൽ ചില രാസപ്രവർത്തനങ്ങൾ മുട്ടേൻ്റെ അകത്ത് നടന്നിട്ടാണ് അത് കോഴിക്കുഞ്ഞായിട്ട് മാറുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മരുന്നിൽ ഓരോ മരുന്നിലുമുള്ള വസ്തു ശരീരത്തിൻ്റെ അകത്ത് രോഗാവസ്ഥയിൽ വേറൊന്നുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന ആ പ്രത്യേക ഊർജമാണ്, അഗ്നിയാണ് രോഗത്തെ മാറാൻ സഹായിക്കുന്നത്. കാരണം കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയോ, എല്ലാ റിയാക്ഷനും രാസപ്രവർത്തനം നടക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നിക്കത് എക്സോതെർമിക് ആയിരിക്കും, അല്ലെങ്കിൽ എൻഡോതെർമിക് ആയിരിക്കും. ഒരു രാസവസ്തു വേറൊന്നുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ അത് പുതിയൊരു വസ്തുവായി മാറുമ്പോൾ ചിലപ്പോൾ താപം പുറത്തേക്ക് വിടും. ചിലപ്പോഴത് വേറൊരു വസ്തു ആകുമ്പം താപം അകത്തേക്കെടുക്കും. അതാണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും. അപ്പം താപമാണ് തീരുമാനിക്കുന്നത് അത് ഏത് രൂപത്തിലേക്ക് ആ വസ്തു മാറണമെന്ന്. ഇത് കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഓരോ രാസപ്രവർത്തനത്തിനും ഒരു പ്രത്യേക ടെമ്പറേച്ചറുണ്ട്. അത് എൻസൈമിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടെമ്പറേച്ചർ കൂടി കുറയുകയെല്ലാം ചെയ്യും. ഇങ്ങനെയുള്ളൊരു രാസപ്രവർത്തനമാണ് ത്തിലാണ് ഈ മരുന്നുകൾ ഏർപ്പെടുന്നത്. അപ്പോൾ ആ മരുന്നിന് അതിൻ്റേതായ ചില ടെമ്പറേച്ചറുണ്ട്. അതിനടിസ്ഥാനത്തിലാണത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. രോഗത്തെ മാറ്റുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ അത് ഏർപ്പെടുന്നു. അത് ലതകളിൽ പലതരം ഫലപുഷ്പാദികളായി പ്രകടമാകുന്നു. ചെടികളിലാണെങ്കിലും
ചെടികളിൽ നീരുണ്ട്. ആ നീരിൽ സൂര്യനിൽ നിന്നുള്ള അഗ്നി എടുത്തുകൊണ്ട്, ഊർജമെടുത്തുകൊണ്ട് ചില രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പഴങ്ങളായും പൂക്കളായി എല്ലാം മാറുന്നത്, തടി വണ്ണം വെക്കുന്നത്, പഴത്തിൽ ഊർജം നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ടിയെല്ലാം സംഭരിച്ചു വെക്കുന്ന വസ്തുക്കളായി മാറുന്നത് ഈ ഇലകളിൽ വെച്ച് നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളാണ്. അതിന് ഉപയോഗിക്കുന്നത് സൗരോർജമാണ്. അപ്പോൾ അവിടെ അഗ്നി തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ജ്ഞാനികൾ ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയുരൂപമായ അഗ്നിയെ ശരണം പ്രാപിക്കുന്നു. അതായത് ബുദ്ധിയുള്ളവർ ജലത്തിലുള്ള അഗ്നിയെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ജലത്തിൻ്റെ അഗ്നിക്ക് പല പ്രത്യേകതയുണ്ട്. ജലത്തിന് തന്നെ സാധാരണ അഗ്നി എന്നല്ലാതെ തരത്തിലുള്ള ഒരു ഗുണമുണ്ട്. ഉദാഹരണമായിട്ട് ബോധം കെടുമ്പോൾ വെള്ളം തെളിച്ചാൽ മതി, അല്ലെങ്കിൽ ക്ഷീണം വരുമ്പോൾ വെള്ളം കൊടുത്താൽ മതി. അപ്പം ആ വെള്ളത്തിന് തന്നെ മനുഷ്യന് ഒരു ഊർജം നൽകാനുള്ള കഴിവുണ്ട്. അതല്ലാതെ വെള്ളത്തിന് തന്നെ ഒരു ഊർജമുണ്ട്. ആ ഊർജം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ശ്വാസമുട്ടെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ആവി പിടിക്കും. അപ്പം വെള്ളത്തെ ആവി രൂപത്തിലാക്കിയിട്ട് ആവി രൂപത്തിലുള്ള ഊർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജലദോഷമെല്ലാം വരുമ്പോൾ ആവി പിടിക്കുന്നത്. നേരെ മറിച്ച് നീരെല്ലാം ഉണ്ടെങ്കിൽ വെള്ളത്തിലെ ടെമ്പറേച്ചറിനെ തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് തുണി മുക്കി പിടിക്കും. ചിലവർ പറയും അത്ര ചൂട് വേണ്ട, എനിക്ക് പൊള്ളു, അതുകൊണ്ട് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നീരിന് പിടിക്കും. ചിലവർക്ക് വീക്കെല്ലാം ഉണ്ടായ വേദനയെല്ലാം ഉണ്ടാകുമ്പോൾ പറയും ഐസ് വെച്ചാൽ മതി. അപ്പോൾ അവിടെ വെള്ളത്തിനെ നല്ലവണ്ണം തണുപ്പിച്ചിട്ട് ആ ടെമ്പറേച്ചറാണ് ഉപയോഗിക്കുന്നത് നമ്മളെ ശരീരത്തിൽ. അപ്പം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിലെ മാറ്റം അനുസരിച്ച് നമ്മൾ ജ്ഞാനികളായവർ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ, അത് ആയുർരൂപമായ ആയുസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് ഈ വെള്ളം. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ മുക്കാഭാഗവും വെള്ളമാണ്. അപ്പം നമ്മൾ ആയുസ്സിൻ്റെ രൂപമാണ് വെള്ളം എന്ന് പറയുകയാണ്. കാരണം അത് പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിലുള്ള അഗ്നിയെ നമ്മൾ പലതരത്തിൽ, അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഊർജത്തെ പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.